ഇതാ ഇലയുടെ പരത്തി വെച്ചത് ഇതാ ഇല്ലേ. ഓരോന്നേൽ വെക്കാൻ കഴിയും, രണ്ടെണ്ണം വെച്ചാൽ ശരിയാവില്ല. ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുറച്ച് അരച്ചിട്ടെടുത്തു. ഇങ്ങനെ വെള്ളമാക്കി ദോശക്കരക്കും പോലെ എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചൊന്ന് ഇങ്ങനെ വാട്ടിയെടുത്തു. ഇങ്ങനെ പൊടി അതിലിട്ടിട്ടൊന്ന് ഇളക്കി വറ്റിച്ചിട്ടെടുത്തു. അത് തണുക്കുമ്പോൾ അതിൽ മറ്റേ പൊടി ഇട്ടിട്ട് പാക്കറ്റ് പൊടിയില്ലേ, അത് വേണ്ടുന്ന ഇട്ടതിന് പരത്തിൻ്റെ ഭാഗത്തിൽ പൊടി ഇട്ടിട്ട് കുഴച്ചതാണിത്. ഇങ്ങനെ ആക്കാമല്ലോ, നമുക്ക് പറ്റും പോലെ ആക്കാമല്ലോ. ഒട്ടടയല്ലേ. ഉണ്ടയാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ എല്ലാം കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയാലോ അല്ലെങ്കിൽ എണ്ണയിലോ കൈയൊന്ന് മുക്കിയാൽ മതിയല്ലോ, അങ്ങനെ പറ്റിപ്പോവില്ല. നമ്മളെ തോരൻ വെച്ച കായ് ഇതാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ എല്ലാം നടുക്കെല്ലാം പോയിന്, ഒരു പടന്ന് വലിയൊരു പടന്ന് അങ്ങനെ പോയിന്. ഇതിൻ്റെ അടിഭാഗവും മേലെ ഭാഗവും ഉണ്ട്, നടുക്കിലെല്ലാം കൊണ്ടുപോയി. ഇതിൻ്റെ ഒരു ഭാഗം കൂടി ആടെയുണ്ട്. എല്ലാം കുറിച്ചിട്ട് ഇത് സോദരിയല്ല, കണ്ടാൽ നല്ല സോദരി മതി തന്നെ. പിന്നെ കറിക്കെല്ലാം നല്ലതല്ലേ, വെറുതെ ചാടിക്കളയണ്ടല്ലോ. പൊഴുത്താലും തിന്നൊന്നുമില്ല, മധുരം പോരാത്തതുകൊണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം ഇതാണ്ടല്ലേ, ഇതാ ഒരു ഭാഗം ഇതാണ്. എല്ലാം മുറിച്ച് കളഞ്ഞ് നടുക്കുന്നെല്ലാം മുറിച്ച് കളഞ്ഞത്. കറി വെക്കാനായില്ലേ, വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് അന്ന് ചക്കക്കുരു കായും തോരൻ വെച്ചത് കേട്ടോ. നമുക്കിത് കളയാണ്ട് അവിടെ വെച്ചാൽ അവിടെ ചീഞ്ഞങ്ങ് പോകുന്നില്ല. നമുക്ക് കറിക്കായിട്ട് ഉപയോഗിച്ചാലേ പഴം തന്നെ വേണമെന്നില്ലല്ലോ. തിന്നും ചെയ്യില്ല, ആരും പൊളിച്ചിട്ടാകുമ്പോൾ ആരും തിന്നും ചെയ്യില്ല. എന്നാലും കുറേശ്ശെ കറിയായി. ചെമ്മീനിട്ട് നല്ല രുചിയായില്ലേ, ചെമ്മീനിട്ടാലും ചക്കക്കുരു ഇട്ടാൽ തന്നെ നല്ല രുചിയായില്ലേ. ഇതാരും കളയില്ല, അത്ര രുചിയാണ് നിങ്ങൾ. നമ്മളെ ഇലയുടെ ഒട്ടടയാന്നേ, ആവിയിൽ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ ഇലയട പറയും. ഈ ദോശക്കല്ലിൽ വെച്ച് ഇങ്ങനെ ആക്കുമ്പം ഓട്ടട എന്ന് പറയും. ഓട്ടട എന്ന് വേറെ പല കാര്യത്തിനും പറയലുണ്ട്, നമ്മൾ ഇനി ഓട്ടട പറയൽ. ചക്കക്കുരും കായും തോരൻ പുളിശ്ശേരി ആയിട്ടുണ്ട്. രാവിലത്തെ എല്ലാം ആയി. ഇനി എടുക്കണം. ഇന്ന് കിട്ടിയ മീനിൻ്റെ 2 ദിവസമായി ഒന്നും കിട്ടില്ല. പുല്ലനാണ്, പുല്ലൻ. ചെമ്മീൻ ഉണ്ടായില് കുരുടനാ, ഒരു കുരുടനുണ്ട്. ചെമ്മീനെല്ലാം കഴിഞ്ഞിരിക്കല്ലേ, വളർന്നു പുല്ലൻ. നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം.